ഹായ് ഓൾ, വെൽക്കം ടു വൺസ് മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ് 4 എന്ന സബ്ജക്റ്റിന്റെ മോഡ്യൂൾ 1 നമുക്ക് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാം. മോഡ്യൂൾ 1 മേജറായിട്ട് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് റാൻഡം എക്സ്പെരിമെന്റ് ആൻഡ് ദെയർ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇതാണ് മോഡ്യൂൾ 1 പറയുന്നത്. സോ ആ മോഡ്യൂൾ 1 അല്ലെങ്കിൽ ആ സബ്ജക്റ്റിന്റെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് GB MAT 401 എന്നാണ്. അതുപോലെ ഈ സബ്ജക്റ്റ് ക്യാരി ചെയ്യുന്ന ക്രെഡിറ്റ് 3 ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ് ഇതിന്റെ റാൻഡം എക്സ്പെരിമെന്റ് എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് an experiment whose outcome cannot be predicted is called random experiment. അതായത് ഒരു എക്സ്പെരിമെന്റ് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്കം അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് is cannot be predicted, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതായിരിക്കണം. അതായത് നമുക്കൊരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇന്ന ഔട്ട്പുട്ട് കിട്ടും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ നമുക്ക് ഉണ്ടായിരിക്കും. പക്ഷെ റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ റാൻഡം എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് ഇന്നത് കിട്ടും എന്ന് നമുക്ക് പ്രീവിയസ്ലി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ കോയിൻ ടോസ് ചെയ്യുന്നു, അതൊരു റാൻഡം എക്സ്പെരിമെന്റ് ആണ്. കാരണം അതിനകത്ത് ഹെഡ് കിട്ടാം, ടെയിൽ കിട്ടാം, രണ്ടിൽ ഏത് വേണമെങ്കിലും കിട്ടാം. ഹെഡ് തന്നെ കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ടെയിൽ തന്നെ കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതും പറ്റില്ല. അതുപോലെ നമ്മൾ ഡൈസ് ടോസ് ചെയ്യുന്നു. ആ ഡൈസ് ടോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഡൈസിൽ നമുക്കറിയാം 6 ഫേസസ് ഉണ്ട്. ഈ 6 ഫേസിൽ കാണുന്ന ഏതെങ്കിലും ഒരു ഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അതിൽ ഏത് വേണമെങ്കിലും ആവാം, 1 ആവാം, 2 ആവാം, 3 ആവാം, അപ്പോൾ ഏത് വേണമെങ്കിലും ആവാം. അപ്പോൾ നമുക്ക് പ്രീവിയസ്ലി പറയാൻ പറ്റില്ല ഏത് ഫേസ് ആയിരിക്കും നമുക്ക് ടോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന്. സോ ഇത്തരത്തിലുള്ള എക്സ്പെരിമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റാൻഡം എക്സ്പെരിമെന്റ്. ആൻ എക്സ്പെരിമെന്റ് ഹൂസ് ഔട്ട്കം കനോട്ട് ബി പ്രെഡിക്റ്റഡ്, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഔട്ട്കം ആണ്. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ സെറ്റ് ഓഫ് ഓൾ ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റ് ഈസ് കോൾഡ് സാമ്പിൾ സ്പേസ്. അതായത് ഒരു റാൻഡം എക്സ്പെരിമെന്റ് ഞാൻ ചെയ്തു, ഞാനൊരു കോയിൻ ടോസ് ചെയ്യുന്നു. ഫസ്റ്റ് ടൈം എനിക്ക് കിട്ടിയ ഹെഡാണ്. സെക്കൻഡ് ടൈം ഞാനൊരു 5-6 തവണ ടോസ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ 6 തവണ ടോസ് ചെയ്യുന്നു വിചാരിക്കുക. ഫസ്റ്റ് തവണ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് ഹെഡാണ്. ഓക്കെ, ആദ്യം കിട്ടിയ എന്താണ്? ഹെഡ്. രണ്ടാമത് ടോസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് ഹെഡാണ്. മൂന്നാമത് ടോസ് ചെയ്തപ്പോൾ ടെയിൽ. നാലാമത് ടോസ് ചെയ്തപ്പോൾ ഹെഡ്. അഞ്ചാമത് ടോസ് ചെയ്തപ്പോൾ ടെയിൽ. ആറാമത് ടോസ് ചെയ്തപ്പോഴും ടെയിൽ. അപ്പോൾ ഓരോ തവണ നമുക്ക് കിട്ടിയ ഔട്ട്കംസ് ആണ് എഴുതിയിരിക്കുന്നത്. ആദ്യം എന്താ? ഹെഡ്, രണ്ടാമത് ഹെഡ്, മൂന്നാമത് ടെയിൽ, നാലാമത് ഹെഡ്, അഞ്ചാമത് ടെയിൽ, ആറാമത് ടെയിൽ. 6 തവണ ചെയ്തു. 6 തവണ തന്നെ ചെയ്യണം എന്നൊന്നും ഇല്ല. നമുക്ക് എത്ര തവണ വേണമെങ്കിലും റാൻഡം എക്സ്പെരിമെന്റ് ചെയ്യാം. അപ്പോൾ ഓരോ തവണയും കിട്ടുന്ന റാൻഡം എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ കോയിൻ ടോസ് ചെയ്ത സമയത്ത്, അപ്പോൾ ഓരോ തവണയും കിട്ടിയ റാൻഡം എക്സ്പെരിമെന്റിന്റെ ഔട്ട്കംസ് എല്ലാത്തിനെയും സെറ്റിനകത്ത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു സെറ്റ് അറേഞ്ച്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെറ്റിന് പറയുന്ന പേരാണ് സാമ്പിൾ സ്പേസ്. യെസ്, സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ആ സാമ്പിൾ സ്പേസ് ആണ് എസ് എന്ന് നോട്ടേറ്റ് ചെയ്യുന്നത്. ആ കിട്ടിയ ഔട്ട്കംസ് എല്ലാത്തിനെയും ഞാൻ എന്ത് ചെയ്തു? സെറ്റിനകത്ത് അറേഞ്ച് ചെയ്ത് വെച്ചു. ഓക്കെ അല്ലേ? സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാമ്പിൾ സ്പേസ്. അപ്പോൾ റാൻഡം എക്സ്പെരിമെന്റ് ചെയ്തിട്ട് അതിൽ കിട്ടുന്ന ഔട്ട്കംസ് എല്ലാം സെറ്റിനകത്ത് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സാമ്പിൾ സ്പേസ് ഈസ് ഡിസ്ക്രീറ്റ്. ഈ സാമ്പിൾ സ്പേസ് തന്നെ 2 തരത്തിൽ വരാം. അതിലൊന്നാണ് ഡിസ്ക്രീറ്റ്. സോ ഡിസ്ക്രീറ്റ് സാമ്പിൾ സ്പേസും വരാം, കണ്ടിന്യൂസ് സാമ്പിൾ സ്പേസും വരാം. ഡിസ്ക്രീറ്റ് സാമ്പിൾ സ്പേസിൽ വരുന്ന ഡിസ്ക്രീറ്റ് റാൻഡം എക്സ്പെരിമെന്റ്സിനെയാണ് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് മോഡ്യൂളിൽ കംപ്ലീറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്ക്രീറ്റ് റാൻഡം എക്സ്പെരിമെന്റ്സിനെ കുറിച്ചാണ്. ഓക്കെ, എ സാമ്പിൾ സ്പേസ് ഈസ് ഡിസ്ക്രീറ്റ് ഇഫ് ഇറ്റ് ഹാസ് ഫൈനൈറ്റ്ലി മെനി ഓർ കൗണ്ടബിൾ നമ്പർ ഓഫ് എലമെന്റ്സ്. അതായത് ആദ്യം ഒരു പർട്ടിക്കുലർ ടൈം t=0, then t=1, t=2, t=3, അങ്ങനെ ഓരോ ഡിസ്ക്രീറ്റ് ഇൻസ്റ്റൻസ് ഓഫ് പോയിന്റിലാണ് നമ്മൾ ആ റാൻഡം എക്സ്പെരിമെന്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ഞാൻ എന്ത് പറയുന്നത്? ഡിസ്ക്രീറ്റ് റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. മറിച്ച് കണ്ടിന്യൂസ് റാൻഡം എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് 0 മുതൽ 10 വരെ, 0 മുതൽ 10 വരെ എന്ന് പറയുമ്പോൾ 0 to 10 വരെയുള്ള സെക്കൻഡ്സിൽ ഏതെല്ലാം ഇതിനകത്ത് വരുന്ന ചെറിയ ചെറിയ പോയിന്റ്സ് 0.1, 0.2, 0.3 അങ്ങനെയുള്ള പോയിന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഏത്? കണ്ടിന്യൂസ് റാൻഡം എക്സ്പെരിമെന്റ്. 0.3, 0.4, 0.5, ഇനി അതിനേക്കാളും വീണ്ടും ചെറുതാക്കണമെങ്കിൽ അത്രത്തോളം. അപ്പൊ എത്രത്തോളം ചെറിയ ടൈം ഇൻസ്റ്റന്റിലും ആ റാൻഡം എക്സ്പെരിമെന്റിന്റെ ഔട്ട്കം നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഔട്ട്കം സെലക്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത്തരം റാൻഡം എക്സ്പെരിമെന്റ്സ് ആണ് കണ്ടിന്യൂസ് റാൻഡം എക്സ്പെരിമെന്റ്സ് എന്ന് പറയുന്നത്.
ഓക്കെ, ഇത് നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ പഠിക്കുന്ന ടോപ്പിക്കാണ്. ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് ഡിസ്ക്രീറ്റ് റാൻഡം എക്സ്പെരിമെന്റ്സ് ആണ്. ഡിസ്ക്രീറ്റ് റാൻഡം എക്സ്പെരിമെന്റ്സിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ആദ്യം 0 എന്ന് പറയുന്ന ടൈമിൽ ഒരു റാൻഡം എക്സ്പെരിമെന്റ് ചെയ്തു. അടുത്ത് എന്താ ചെയ്യുന്നത്? 1, അടുത്ത് 2, 3, 4 ഇങ്ങനെയായിരിക്കും. അതായത് ഇവിടെ ഉള്ള വാല്യൂസ് ഡിസ്ക്രീറ്റ് ടൈം ഇൻസ്റ്റൻസ് ആയിരിക്കും. അതായത് ഇവിടെ ടൈം ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നതെല്ലാം ഇൻഡിജർ വാല്യൂസ് ആയിരിക്കും. 0, 1, 2, 3, 4, 5, 6 ആ രീതിയിൽ. ഓക്കെ അല്ലേ? അപ്പൊ ഇൻഡിജർ വാല്യൂസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? കണ്ടിന്യൂസ് ഡിസ്ക്രീറ്റ് റാൻഡം എക്സ്പെരിമെന്റ്സ്. അതല്ല, അതിനിടയിലുള്ള എല്ലാ പോയിന്റ്സും 0ക്കും 10നും ഇടയിലുള്ള എല്ലാ ഇൻഡിജർ വാല്യൂസ് ആയാലും ശരി, ഡെസിമൽ വാല്യൂസ് ആയാലും ശരി, പോയിന്റ് വാല്യൂസ് ആയാലും ശരി, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടിന്യൂസ് റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്ക്രീറ്റ് റാൻഡം എക്സ്പെരിമെന്റ്സിനെ കുറിച്ചാണ്. ഓക്കെ അല്ലേ? സോ ഇതാണ് ഡിസ്ക്രീറ്റ് റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഡിസ്ക്രീറ്റ് റാൻഡം എക്സ്പെരിമെന്റിൽ നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന കുറച്ച് വേരിയബിൾസ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി അറിയേണ്ടത്. ആ വേരിയബിൾസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് 2 വേരിയബിൾസ് എന്ന് പറയുന്നത്, ഒന്ന് മീൻ, മറ്റൊന്ന് വേരിയൻസ്. മീൻ എന്ന് പറയുന്നത് നമുക്ക് പേരിൽ തന്നെയുണ്ട്. മീൻ എന്ന് പറയുമ്പോൾ കുറെ നമ്പേഴ്സിന്റെ മീൻ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? മീനിനെ തന്നെ പറയുന്നതാണ് ആവറേജ്. അതായത് നമുക്ക് കിട്ടിയ റാൻഡം എക്സ്പെരിമെന്റിൽ കിട്ടിയ ഔട്ട്കമ്മിന്റെ ആവറേജ് വാല്യൂ നമ്മൾ എപ്പോഴും എങ്ങനെ എടുക്കുന്ന? കുറെ വാല്യൂസിന്റെ അടുത്ത് കുറെ നമ്പേഴ്സ് 50, 51, 55, 76, 72 ഇങ്ങനെയുള്ള കുറെ നമ്പേഴ്സിന്റെ റാൻഡം നമ്പേഴ്സ് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആവറേജ് നമ്മൾ എങ്ങനെ എടുക്കുന്നത്? അതെല്ലാത്തിന്റെയും സം ചെയ്തതിന് ശേഷം എത്ര എണ്ണമുണ്ട്, നമ്പർ ഓഫ് എലമെന്റ്സ്, അതെല്ലാം കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അപ്പൊ കിട്ടുന്ന വാല്യൂനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. ഈ ആവറേജ് തന്നെയാണ് എന്ത് പറയുന്നത്? മീൻ. രണ്ടും ഒന്ന് തന്നെയാണ്. ഇത് പക്ഷേ ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ കേസിൽ നമ്മൾ പറയുമ്പോഴാണ് അതിനെ മീൻ എന്ന് പറയുന്നത്. അപ്പൊ മീൻ കണ്ടുപിടിക്കാനുള്ള ഒരു എക്സ്പ്രഷൻ ഉണ്ട്, E(x). അതിനെയാണ് മീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് സിഗ്മ x ഇൻറ്റു f(x). എക്സ് എന്ന് പറയുന്നത് ഏത് ടൈമിലാണ് നമ്മൾ റാൻഡം എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. f(x) ഉദ്ദേശിക്കുന്നത് അതിന്റെ പ്രോബബിലിറ്റി. ഇപ്പൊ ഒരു കോയിൻ ടോസ് ചെയ്യുന്നു, ഒരു ഡൈസ് ടോസ് ചെയ്യുന്നു. ഒരു ഡൈസ് ടോസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു ഫേസ്, ഡൈസിന് ആകെ എത്ര ഫേസ് ഉണ്ട്? 6 ഫേസ് ഉണ്ട്. ആ 6 ഫേസിൽ ഒരു ഫേസ് കിട്ടാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ എത്രയാണുള്ളത്? 6. ഒരു ഫേസ് എന്ന് പറയുമ്പോൾ എത്ര? 6 അല്ലെ? അതാണ് അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇതേപോലെ ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അതിൽ എത്ര ഫേസസ് ഉണ്ട്? 2 ഫേസസ് ഉണ്ട്. ഒന്നുകിൽ ഹെഡ് ആവാം അല്ലെങ്കിൽ ടെയിൽ ആവാം. അപ്പോൾ ഓവറോൾ എത്ര ഫേസ് ഉണ്ട്? 2 ഫേസ് ഉണ്ട്. പക്ഷെ അതിൽ ഒരു ഫേസ് മാത്രമാണ് എനിക്ക് കിട്ടുക. അപ്പം ഹെഡ് കിട്ടാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? 2-1. അപ്പൊ ടെയിൽ കിട്ടാനുള്ള പോസിബിലിറ്റി എന്തായിരിക്കും? അതും 2-1. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് എന്ത് പറയുന്നത്? പോസിബിലിറ്റി, അഥവാ നമ്മൾ മാത്തമാറ്റിക്കൽ ടേമിൽ നമ്മൾ പറയുന്ന പേരാണ് പ്രോബബിലിറ്റി. ഓക്കെ അല്ലേ? അപ്പൊ f(x) ഉദ്ദേശിക്കുന്നത് പ്രോബബിലിറ്റി. ഇനി അതേപോലെ തന്നെ വേറൊരു വേരിയബിൾ ആണ് സെക്കൻഡ് ഓർഡർ മീൻ എന്നാണ് ഇതിനെ പറയുക. E(x²) ദാറ്റ് ഈസ് സിഗ്മ x² ഇൻറ്റു f(x). ഇത് നമുക്ക് ഇക്വേഷൻസ് ആയിട്ട് അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് മാത്സിൽ വരുമ്പോഴേക്കും നമുക്ക് അതിന്റെ പ്രോബ്ലത്തിൽ ഏത് രീതിയിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് ഫോർമുല അറിഞ്ഞിരിക്കുക. ദെൻ പ്രോബ്ലത്തിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുക. അതിനനുസരിച്ച് നമ്മൾ അങ്ങ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? സോ സിഗ്മ x² ഇൻറ്റു f(x). സിഗ്മ x² ഇൻറ്റു f(x). അതേപോലെ തന്നെ വേറൊരു വേരിയബിൾ ആണ് വേരിയൻസ്. എന്താണ് വേരിയൻസ്? വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ വേരിയൻസ് ഉദ്ദേശിക്കുന്നത് സിഗ്മ² എന്നാണ്. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല E(x²), അതായത് സെക്കൻഡ് ഓർഡർ മീൻ, മൈനസ് E(x) ദ ഹോൾസ്, അതായത് ഇവിടെ കിട്ടുന്നതാണ് E(x), അത് ഹോൾ സ്ക്വയർ. E(x²) മൈനസ് E(x) ദ ഹോൾ സ്ക്വയർ. ഓക്കെ ആണല്ലോ? സോ ആ രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നത്? ഇതിന്റെ മീനും വേരിയൻസും കണ്ടുപിടിക്കേണ്ടി വരുന്നത്. ഓക്കെ അല്ലേ? സോ ഈ രീതിയിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക, സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അപ്പൊ ഇത്രയും വേരിയബിൾസിനെയാണ് ബേസിക് വേരിയബിൾ ആയിട്ട് നമുക്ക് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വാല്യൂസ്, ബേസിക് വേരിയബിൾസിന്റെ വാല്യൂസ്. ഓക്കെ ആണല്ലോ? സോ നമുക്കൊരു പ്രോബ്ലം നോക്കാം എങ്ങനെയാണെന്നുള്ള കാര്യം. സോ ഇവിടെ ഒരു പ്രോബ്ലം പറയുകയാണ്, എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ x ഹാസ് ദ ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് എക്സ്, ക്യാപിറ്റൽ എക്സ്, ദെൻ അടുത്ത ടേബിളിൽ വന്നിരിക്കുന്ന f(x). എക്സ് എന്ന് പറയുന്നത് 0th ടൈം, 1st, 2nd, 3rd, 4th അങ്ങനെ 8th ടൈം വരെ, 8ാമത്തെ ടൈം വരെ ആ റാൻഡം എക്സ്പെരിമെന്റ് കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെയുള്ള ആ റാൻഡം എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഓരോ പ്രോബബിലിറ്റി വാല്യൂസും എ എന്ന് പറയുന്ന വേരിയബിൾ അനുസരിച്ചാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതെന്തൊക്കെയാണ്? എ, 3A, 5A, 7A, 9A, ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. സോ അങ്ങനെ വരുന്ന ഈ വാല്യൂസ്, ഓക്കെ, ഈ വാല്യൂസ് വെച്ചുകൊണ്ട് നമുക്ക് ഇവിടെ എന്തൊക്കെ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ, എയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ആൾസോ പി ഓഫ് എക്സ് ലെസ് ദാൻ 3, എക്സിന്റെ വാല്യൂ ലെസ് ദാൻ 3 വരുന്ന സമയത്തുള്ള വാല്യൂ കാണണം. ആൾസോ എന്ത് കാണണം? വേരിയൻസ് കാണണം. ഇതെങ്ങനെയൊക്കെയാണ് കാണുന്നതെന്ന് നോക്കാം. ആദ്യം എന്താ കാണേണ്ടത്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ കണ്ടുപിടിക്കണം. ഇവിടെ ഒരു എക്സ്പ്രഷൻ കൂടെ ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കണം, ഓവറോൾ എക്സ്പ്രഷൻ അറിഞ്ഞിരിക്കണം. ആ എക്സ്പ്രഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്മ എഫ് ഓഫ് എക്സ്, അതായത് ഓവറോൾ പ്രോബിലിറ്റിയുടെ സം എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. നമുക്ക് ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി ഞാൻ എത്ര പറഞ്ഞു? 1/2. ടെയിൽ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണ്? അതും 1/2. ഇപ്പൊ ആകെ 2 പോസിബിലിറ്റി അല്ലേ ഉള്ളൂ. നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ 2 പോസിബിലിറ്റിയേ ഉള്ളൂ, ഒന്നുകിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ. ഇപ്പോൾ ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി 1/2 ആണ്. ആൾസോ ടെയിൽ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ത് തന്നെയാണ്? 1/2 ആണ്. സോ 1/2 + 1/2 രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 1 അല്ലേ കിട്ടുന്നത്, അല്ലേ? 1 അല്ലേ കിട്ടുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ ഡൈസ് ടോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഫേസ് എത്രയാണ്? 1/6, അല്ലേ? രണ്ടാമത്തെ നമ്പർ കിട്ടാനുള്ള പോസിബിലിറ്റി എത്രയാണ്? അതും 1/6. 3 എന്ന് പറയുന്ന നമ്പർ കിട്ടാനുള്ള പോസിബിലിറ്റി എന്താണ്? അതും 1/6. ഇങ്ങനെ 6 എന്ന് പറയുന്ന നമ്പർ കിട്ടാനുള്ള പോസിബിലിറ്റി എന്താണ്? എല്ലാം 1/6. അപ്പോൾ 1/6 ഇത് എത്ര വരും? 6 തവണ വരും. അതിന്റെ എല്ലാത്തിന്റെയും പ്രോബിലിറ്റിയുടെ സം എടുക്കുമ്പോൾ എത്ര കിട്ടുക? 1 എന്ന് തന്നെയാണ്, അല്ലേ? അപ്പൊ ഇതിന്ന് പറയുന്നത് എന്താണ്? ഓവറോൾ പ്രോബിലിറ്റി, ഏത് പ്രോബിലിറ്റി എടുത്താലും അതിന്റെ പ്രോബിലിറ്റീസിന്റെ എല്ലാത്തിന്റെയും സം എല്ലായ്പ്പോഴും എത്രയായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ നമുക്കിവിടെ എ, അതായത് ഇവിടുത്തെ പ്രോബിലിറ്റി എ ആണ്. 3A, 5A ഇതെല്ലാം കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അതായത് A + 3A എത്രയാണ്? 4. 4 + 5 9. 9 + 7 16. 16 + 9 25. 25 + 11 36. 36 + 13 49. 49 + 15 64. 64 + 17 എത്രയാ? 81. ദാറ്റ് ഈസ് എല്ലാത്തിനും സം എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് 81A എന്നാണ്. 81A എന്ന് പറയുന്നത് എത്രയായിരിക്കും? എല്ലാം A എന്ന് പറയുന്ന വേരിയബിൾ അല്ലേ. അപ്പൊ 81A = 1 എന്ന് എനിക്ക് പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ എന്താണ്? 1/80. എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞു, എയുടെ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി അടുത്ത് പറയുന്നത് എന്താണ്? P of x ലെസ് ദാൻ 3. P of x ലെസ് ദാൻ 3 അതെന്താണ്? x ലെസ് ദാൻ 3. P of x ലെസ് ദാൻ 3 എങ്ങനെയാണ്? x ലെസ് ദാൻ 3. എക്സിന്റെ വാല്യൂ 3യേക്കാൾ ലെസ് ദാൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? 0 വരും, 1 വരും, 2 വരും. 3 വരുമോ? ഇല്ല. ലെസ് ദാൻ ഓർ ഈക്വൽ എന്നും കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ 3 കൂടെ ഇൻക്ലൂഡ് ചെയ്തേനെ. അപ്പൊ ലെസ് ദാൻ 3 എന്ന് പറയുമ്പോൾ ഏതുവരെ ഇൻക്ലൂഡ് ചെയ്താൽ മതി? 3യേക്കാളും ചെറുത്. എവിടെന്നാ തുടങ്ങുന്നത്? 0 എന്നാണ് തുടങ്ങുന്നത്. അപ്പൊ 0 എടുക്കാം, 1 എടുക്കാം, 2 എടുക്കാം. അതായത് ഈക്വൽ ടു P of 0 + P of 1 + P of 2. ഓക്കെ അല്ലേ? അപ്പൊ P of 0 എത്രയാണ്? P of 0 A പ്ലസ് അടുത്ത P of 1 എന്താണ്? 3A പ്ലസ് 5A. മൊത്തത്തിൽ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5 3 8, 8 1 9. ദാറ്റ് ഈസ് 9A എന്ന് കിട്ടും. എയുടെ വാല്യൂ എനിക്കറിയാം എത്രയാണ്? 1/81 ആണ്. അപ്പൊ 9 × 1/81 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1/9 എന്ന് കിട്ടി. ഇത്രയേ ഉള്ളൂ. P of x ലെസ് ദാൻ 3 എന്ന് പറയും. അപ്പൊ ആദ്യത്തെ 2 വേരിയബിൾ ആയല്ലോ. ഇനി എനിക്ക് എന്താ കാണേണ്ടത്? വേരിയൻസ് കണ്ടുപിടിക്കാൻ ഫോർമുല ഞാൻ പഠിച്ചു. എന്തായിരുന്നു? E of x² - E of x the whole square. അതായിരുന്നല്ലോ എക്സ്പ്രഷൻ. E of x² - E of x the whole square. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ രണ്ടും കണ്ടുപിടിക്കേണ്ടി വരും. E of x² - E of x the whole square. ആദ്യം എന്ത് കാണുക? E of x കാണുക. E of x കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? E of x കണ്ടുപിടിക്കാൻ ഫോർമുല പഠിച്ചു. എന്താണ്? സിഗ്മ x × f of x. അതായത് x × f of x എന്ന് വെച്ചാൽ 0 × this one 0 × a പ്ലസ് 1 × 3a പ്ലസ് 2 × 5a 3 × 7a ആ രീതിയിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നത്. 0 × a എത്രയാണ്? 0 അല്ലേ വരിക. 1 × 3a 3a അതായത് ഈക്വൽ ടു 3a പ്ലസ് പിന്നെ വരുന്നത് എന്താണ്? 2 × 5 എത്രയാണ്? 10. ദാറ്റ് ഈസ് 10a പ്ലസ്
21 കറക്റ്റ് അല്ലേ? 3 into 7 21A പ്ലസ് 36A. 36 വരാൻ കാരണം മനസ്സിലായല്ലോ. 4 into 9 36. 5 into 11 55. That is 55A പ്ലസ് പിന്നെ വരുന്നത് എന്താണ്? 6 into 13 78. 78A പ്ലസ് പിന്നെ വരുന്നത് എന്താ? 7 into 15 എന്ന് പറയുമ്പോൾ 70 plus 35 105 105A 105A പ്ലസ് പിന്നെ വരുന്നത് എന്താ? 8 into 17 80 7 into 8 56 അതായത് 136 ഇതെല്ലാം കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അത്രേ ഉള്ളൂ. അതായത് 10 3 13 13 21 34 അല്ലെ? 34 36 70 70 55 125 125 78 195 195 8 203 203 105 203 100 303 308 308 136 408 408 36 408 36 8 44 444A ദാറ്റ് ഈസ് 444A എന്ന് കിട്ടും. അതായത് 444A എന്ന് പറയുമ്പോൾ 444 ഡിവൈഡഡ് ബൈ 81. കാരണം എയുടെ വാല്യൂ 1/81 ആണ് അല്ലെ? 1/81. ഇതാണ് എന്റെ എന്ത്? ഇ ഓഫ് എക്സ്. ഇതേപോലെ ഞാൻ എന്ത് കാണണം? ഇ ഓഫ് എക്സ് സ്ക്വയർ കാണണം. ഇ ഓഫ് എക്സ് സ്ക്വയർ കാണാനുള്ള ഫോർമുല എന്താ? സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഇത് നമ്മൾ എഴുതിയതാണ്. സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കോളത്തിലുള്ള എല്ലാ എലമെന്റ്സിന്റെ എന്ത് ചെയ്യുക? സ്ക്വയർ എടുക്കുക. അതിന്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി ആയിട്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 0 square into A പ്ലസ് 1 square into 3A ആ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ചെയ്ത് പോകുന്ന സമയത്ത് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 2046A എന്ന് കിട്ടും. 2046A എന്ന് കിട്ടും. സോ ഇതിനെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2046 ഇൻറ്റു 1/81. അപ്പൊ സിംപ്ലിഫൈ ചെയ്യുക. കാൽക്കുലേറ്റർ ഇട്ട് നമ്മൾ എന്താ പറയുക പോയിന്റ് വാല്യൂസ് ആയിട്ട് എനിക്ക് കിട്ടും. സോ ആ വാല്യൂ അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് എന്ത് ചെയ്യുക? അപ്പോൾ ഇ ഓഫ് എക്സ് സ്ക്വയർ ആയി, ഇ ഓഫ് എക്സ് ആയി. ഇനി എന്താ വേണ്ടത്? വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരുന്നു? ഈക്വൽ ടു ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇ ഓഫ് എക്സ് സ്ക്വയർ ആണ് ഈ വാല്യൂ. അതിൻ്റെ കൂടെ അതായത് ഈ ഇവിടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടും. കാൽക്കുലേറ്റർ എടുത്ത് നിങ്ങൾ ചെയ്താൽ മതി. അത് ചെയ്യുമ്പോൾ കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക? അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. സംതിങ് ലൈക്ക് 5.48 എന്നായിരിക്കും നമുക്ക് കിട്ടുക. ഇതെല്ലാം പ്യുവർ കാൽക്കുലേഷൻസ് ആണ്. കാൽക്കുലേറ്ററിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. സോ ആ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് ബേസിക് കൺസെപ്റ്റ് ഇതാണ് ഞാൻ പറഞ്ഞത്. ബേസിക് കൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കുക. മീനിങ് കണ്ടുപിടിക്കണം, വേരിയൻസ് കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? നമുക്ക് അവിടെ യൂസ് ചെയ്ത സെയിം കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. സോ ഈ രീതിയിലാണ് ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഡിസ്ക്രീറ്റ് റാൻഡം എക്സ്പെരിമെന്റ്സിന്റെ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബ്ലംസ് വരുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് എ കെ ഇഫ് ദ ഫോളോയിങ് ഈസ് എ PDF. ഈ തന്നിരിക്കുന്നത് PDF ആണ്. എന്താണ് PDF? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്നാണ് PDF കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഓക്കെ, നമ്മൾ സാധാരണ ഡോക്യുമെന്റിൽ പറയുന്ന PDF അതല്ല. ഡോക്യുമെന്റിൽ പറയുന്നത് വേറെയാണ്. ഈ പറയുന്നത് PDF എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അപ്പൊ അത് PDF ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് K. ഇവിടെ തന്നിരിക്കുന്നതിൽ K എവിടെ ആയിരിക്കണം? ദിസ് വൺ, K/10. അപ്പൊ അതിനാദ്യം എന്ത് കാണുക? നമ്മുടെ ബേസിക് ആയിട്ടുള്ള പ്രോബബിലിറ്റിയുടെ കൺസെപ്റ്റിലേക്ക് പോവുക. എന്താണ് ബേസിക് ആയിട്ടുള്ള പ്രോബബിലിറ്റി കൺസെപ്റ്റ്? ഓവറോൾ പ്രോബബിലിറ്റീസിന്റെ സം എന്ന് പറയുന്നത്, അതായത് സിഗ്മ എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ പി ഓഫ് എക്സ്, ഓവറോൾ പ്രോബബിലിറ്റിയുടെ സം എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. ഓക്കെ, സോ അപ്പോ ഇവിടുത്തെ പ്രോബബിലിറ്റീസ് എന്തൊക്കെയാണ്? 1/6. അടുത്ത എത്രയാണ്? 1/2. അടുത്തെന്താണ്? K/10. അടുത്തെന്താണ്? 1/30 വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ്? 1. ഇത് തമ്മിൽ എന്ത് ചെയ്യും? എല്ലാം കൂടെ ആഡ് ചെയ്ത് കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക അതിനകത്ത് നിന്ന്. അത്രേ ഉള്ളൂ. സോ ഇത് തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടും? 2 + 6 8. 8/12. 8/12 എന്ന് പറയുന്നത് 2/3. 2/3 പ്ലസ് 1/30
പ്ലസ് കെ ബൈ 10 ഈക്വൽ ടു 1. അപ്പോൾ 60 പ്ലസ് 3 63 ബൈ 90 63 ബൈ 90 എന്ന് പറയുമ്പോൾ 21 ബൈ 63 ബൈ 90 എന്ന് പറയുന്നത് 21 ബൈ 3 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 30. വീണ്ടും 3 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 7 ബൈ 10. ദാറ്റ് ഈസ് ഇത് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് 7 ബൈ 10 പ്ലസ് കെ ബൈ 10 ഈക്വൽ ടു 1. നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആണ്. സോ 7 പ്ലസ് കെ ഹോൾ ഡിവൈഡ് ബൈ 10 ആണ്. 10 അപ്പുറത്ത് പോകുന്ന സമയത്ത് ഈക്വൽ ടു കെ ഈക്വൽ ടു 10 മൈനസ് 7, അതായത് 3. കെയുടെ വാല്യൂ എനിക്ക് എത്ര കിട്ടും? 3. ഓക്കെ അല്ലേ? സോ അത് കിട്ടിക്കഴിഞ്ഞു. ഇനി എനിക്ക് എന്താ വേണ്ടത്? കെയുടെ വാല്യൂ കിട്ടാൻ പറഞ്ഞു. പിന്നെ എന്താ വേണ്ടത്? പി ഓഫ് എക്സ് 1 ലെസ് ദാൻ 1 to 3, അതായത് പി ഓഫ് 1 to 3 വരുന്നത് 1ഉം 3യും ഇൻക്ലൂഡഡ് ആണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ലെസ് ദാൻ ഓർ ഈക്വൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ മീനിങ്? പി ഓഫ് 1 പ്ലസ് പി ഓഫ് 2 പ്ലസ് പി ഓഫ് 3 അതാണ് ചോദിച്ചിരിക്കുന്നത്. പി ഓഫ് 1 എന്താണ്? 1/2. പി ഓഫ് 2 ഇതാണ്. പി ഓഫ് 3 ഇതാണ്. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് 1/2 പ്ലസ് പി ഓഫ് 2 എന്ന് പറയുന്നത് കെ ബൈ 10 ആണ്. കെയുടെ വാല്യൂ എനിക്ക് എത്ര കിട്ടിയത്? 3 ആണ് കിട്ടിയത്. സോ 3/10 പ്ലസ് 1/30. ഒന്നും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് 10 പ്ലസ് 6 16/20. 16/20 എന്ന് പറയുമ്പോൾ 4/5 പ്ലസ് 1/30. ഇപ്പോൾ 120 പ്ലസ് 5 125 ഡിവൈഡഡ് ബൈ 150. 125 ഡിവൈഡഡ് ബൈ 150. 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 5/6. ഇതാണ് പി ഓഫ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറയുന്നത്. അതായത് 1നും 3നും ഇടയിലുള്ള എല്ലാ പ്രോബബിലിറ്റീസിന്റെ സം. ആൾസോ 1ഉം 3യും എന്താണ്? ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയാണ് നമുക്ക് ഇവിടെ ചെയ്യാനുണ്ടായിരുന്നത്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ. ഈ രീതിയിലുള്ള സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇവിടെ ആദ്യത്തെ സ്റ്റാർട്ടിംഗ് സെഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും മിനിമം എക്സാം ഓറിയന്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഇവിടെ നമ്മൾ അറിയേണ്ടത് ബേസിക്കലി ഒരേ ഒരു കാര്യം മാത്രമാണ്. കുറച്ച് ഫോർമുലാസ് എന്ന് വെച്ചാൽ മീൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെ, വേരിയൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? ബേസിക് ആയിട്ടുള്ള ഏത് രീതിയിലാണ് അതിന്റെ പ്രോഡക്റ്റ് എടുക്കേണ്ടത്, സം ചെയ്യുക. ഇത് നമ്മൾ കാൽക്കുലേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിന്റെ പോയിന്റ് വാല്യൂസ് എടുത്താൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ ആ രീതിയിലാണ് ഈ ടൈപ്പ് പ്രോബ്ലം നമ്മൾ ചെയ്യേണ്ടത്. സോ ഇതിന്റെ അഡീഷണൽ ആയിട്ടുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾ തീർച്ചയായും ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനകത്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് മീൻസ് നിങ്ങൾക്ക് ഈ ഒരു മോഡ്യൂളിന്റെ ഈ ഒരു മോഡ്യൂൾ എന്നല്ല, എല്ലാ മോഡ്യൂളിന്റെയും പോർഷൻസ് നിങ്ങൾക്ക് ക്ലാസ്സസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അതിന്റെ പോയിന്റ് വാല്യൂസ്, അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ആ കൺസെപ്റ്റ് അനുസരിച്ചുള്ള പ്രോബ്ലംസ് ഏത് രീതിയിലാണ് സോൾവ് ചെയ്യുന്നത് ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.